നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസിയായ വനിതയും രണ്ട് പെൺമക്കളെയും UAE-യിലെ റാഷിദിയ മേഖലയിലെ അപ്പാർട്ട്മെന്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. 32 വയസ്സുള്ള വനിതയും യഥാക്രമം 16, 13 വയസ്സുള്ള കുട്ടികളെയുമാണ് കഴുത്തുനിരിച്ച് കൊന്ന നിലയിൽ കണ്ടെത്തിയത്. 3 വയസ്സുള്ള പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട യുവതിയുടെ ഭർത്താവിനെ തിരയുകയാണ്. ഇയാൾ രാജ്യം വിട്ടതായാണ് ലഭിക്കുന്ന സൂചനകൾ. ഇന്റർപോൾ സഹായത്തോടെ ഇയാളെ പിടികൂടാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. തുണികൊണ്ട് കഴുത്തുമുറുക്കി കൊലപ്പെടുത്തുകയാണെന്നാണ് ഫോറൻസിക് റിപ്പോർട്ട് പുറത്തുവന്നത്. 7 വയസ്സുള്ള മകനെ അജ്മാനിൽ തന്നെ താമസിക്കുന്ന ഭാര്യ വീട്ടുകാരെ ഏൽപ്പിച്ച ശേഷം തിരികെ എത്തി അപ്പാർട്ട്മെന്റ് പൂട്ടി വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത്. അബുദാബിയിൽ താമസിക്കുന്ന അമ്മ വിളിച്ചിട്ടും ഫോൺ എടുക്കാതായപ്പോൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഇവർ ഏത് രാജ്യക്കാരാണെന്ന വിവരം പുറത്തുവിട്ടിട്ടില്ല. അജ്മാനിലെ അൽ റാഷിദിയയിലാണ് സംഭവം. തുണികൊണ്ട് കഴുത്തുമുറുക്കിയാണ് കൊലപാതകം നടത്തിയത്. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിയോടെ യുവതിയുടെ അമ്മ അജ്മാൻ പോലീസുമായി ബന്ധപ്പെട്ടതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. UAE-യിൽ തന്നെ താമസിക്കുന്ന ഇവർക്ക് മകളുമായും പേരക്കുട്ടികളുമായും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്നും ഫോണിൽ ലഭിക്കുന്നില്ലെന്നും പറഞ്ഞായിരുന്നു പോലീസിനെ വിളിച്ചത്. തുടർന്ന് പോലീസ് സംഘം ഇവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിലെത്തി പരിശോധിച്ചപ്പോഴാണ് 32-കാരിയായ യുവതിയെയും കുട്ടികളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെവ്വേറെ മുറികളിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 3 വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തിയിട്ടില്ല. അബോധാവസ്ഥയിലായിരുന്ന കുട്ടിയെ പോലീസ് ഖലീഫ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 പേരെയും കഴുത്ത് തുണികൊണ്ട് മുറുക്കിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നതെന്ന് പോലീസ് കണ്ടെത്തി. അടിപിടിയും ചെറുത്തുനിൽപ്പും നടന്നതിന്റെ ലക്ഷണങ്ങളും ഫ്ളാറ്റിലുണ്ടായിരുന്നു. ഭർത്താവ് മുൻകൂട്ടി പദ്ധതിയിട്ട പ്രകാരം നടപ്പാക്കിയ കൊലപാതകമാണെന്നാണ് സംശയിക്കുന്നതായി അജ്മാൻ പോലീസ് ഡെപ്യൂട്ടി കമാൻഡർ ഇൻ ചീഫ് അബ്ദുള്ള അഹമ്മദ് അൽ ഹംറാനി പറഞ്ഞു. രാജ്യം വിട്ടുപോകാനുള്ള വിമാന ടിക്കറ്റ് ഇയാൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. 7 വയസ്സുള്ള മകനെ നേരത്തെ തന്നെ ഇയാൾ ഭാര്യ വീട്ടുകാരെ ഏൽപ്പിക്കുകയും ചെയ്തു. മകൾക്കും മരുമകനുമിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് യുവതിയുടെ അമ്മ പോലീസിനോട് പറഞ്ഞു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബന്ധുക്കൾ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. വീട്ടിൽ വഴക്ക് പതിവായതോടെ മരുമകന് മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്നതായും ഇവർ പറഞ്ഞു. സംഭവ ദിവസം ഇയാൾ ധൃതിയിൽ ഫ്ളാറ്റ് പൂട്ടി പുറത്തേക്ക് പോകുന്നത് കെട്ടിടത്തിലെ CCTV ക്യാമറകളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. സ്വന്തമായി കാർ ഉണ്ടായിട്ടും അതെടുക്കാതെ ടാക്സി വിളിച്ച് എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നു ഇയാൾ രാജ്യം വിട്ട് 11 മണിക്കൂറോളം കഴിഞ്ഞാണ് സ്ത്രീയുടെ അമ്മ പോലീസുമായി ബന്ധപ്പെട്ടത്. ജുമൈറയിലെ തന്റെ വീട്ടിൽ എല്ലാ വ്യാഴാഴ്ചയും എത്തിയിരുന്ന മകളും കുടുംബവും വെള്ളിയാഴ്ചയായിട്ടും വരാതെയായപ്പോഴാണ് സംശയം തോന്നിയത്. ഫോണിലും ലഭിക്കാതെയായപ്പോൾ അയൽവാസികളോടും അന്വേഷിച്ചു. പിന്നീടാണ് പോലീസിനെ വിവരം അറിയിച്ചത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.